ഏറ്റവും സമ്പന്നമായ ഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചൈനയിലോ ജപ്പാനിലോ ആയിരിക്കും നമ്മൾ ആദ്യം വിചാരിക്കുക. എന്നാൽ അവിടെ ഒന്നുമല്ല, അത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ഗുജറാത്തിലെ ഭുജ് ജില്ലയിലെ മധപ്പൂർ എന്ന കൊച്ചു ഗ്രാമമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം. ഒരു സാധാരണ ഗ്രാമത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളല്ല മധപ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. ഗ്രാമവികസനത്തിന്റെ ഒരു മികച്ച മാതൃകയായി ഈ ഗ്രാമത്തെ കണക്കാക്കാം. ഏകദേശം 32,000 മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. എന്നാൽ വിവിധ ബാങ്കുകളിലായി ഇവിടുത്തെ ഗ്രാമീണർക്ക് 7,000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപങ്ങളുണ്ട്. മധപ്പൂരിൽ ഏകദേശം 20,000 വീടുകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബാങ്കുകളുടെ എണ്ണമാണ്. SBI, ICICI തുടങ്ങിയ പ്രമുഖ ബാങ്കുകളുടെ 15ലധികം ശാഖകൾ ഈ ഗ്രാമത്തിലുണ്ട് എന്നത് അവിശ്വസനീയമാണ്. മധപ്പൂർ ഇത്രയേറെ സമ്പന്നമായതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയുടെ 65% പേരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഗ്രാമത്തിലേക്ക് അയക്കുന്നത്. ഈ പണത്തിൽ അധികവും ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളിലേക്കാണ് പോകുന്നത്. ഏകദേശം 20,000 വീടുകൾ ഉള്ളതിൽ 1,200 കുടുംബങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം അവർക്ക് നിർമ്മാണ മേഖലയിലും മറ്റു ബിസിനസ്സുകളുണ്ട്. വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ പോലും അവർ തങ്ങളുടെ നാട്ടിലെ വേരുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്യാറുണ്ട്. വിദേശത്തു നിന്നുള്ള ഈ വരുമാനമാണ് മധപ്പൂരിനെ ഇത്രയധികം സമ്പന്നമാക്കുന്നതെന്ന് ഗ്രാമത്തിലെ ഒരു ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥനും പറയുന്നു. അവർ തങ്ങളുടെ സമ്പത്ത് വിദേശത്ത് സൂക്ഷിക്കുന്നതിന് പകരം ഗ്രാമത്തിലെ ബാങ്കുകളിലേക്ക് അയക്കുന്നു. ഈ സമ്പന്നത കാരണം ധാരാളം സ്വകാര്യ സ്കൂളുകളും വലിയ ബംഗ്ലാവുകളും മറ്റ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഈ ഗ്രാമത്തിലുണ്ട്. ഗ്രാമത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഏകദേശം 65% പ്രവാസികളാണ്. ഈ NRIകൾ തങ്ങളുടെ മാതൃരാജ്യത്ത് വൻതോതിൽ നിക്ഷേപം നടത്തിയതാണ് ഗ്രാമത്തിന്റെ അത്ഭുതപൂർവമായ ആസ്തിക്ക് കാരണം. ഇന്ത്യയെ സംബന്ധിച്ച് റിച്ച് ആണ് മാധാപൂർ. അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഗ്രാമത്തിൽ നിന്നുള്ളവർ അധികവും തമ്പടിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്, PNB എന്നിവ ഉൾപ്പെടെ 17 പ്രധാന ബാങ്കുകൾ ഈ കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം മധപ്പൂരിലെ ഗ്രാമീണർ തങ്ങളുടെ പണം സ്വന്തം നാട്ടിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇന്ത്യൻ പണം 2024 3 ഇരട്ടിയായി വർദ്ധിച്ച് 354 കോടി സ്വിസ് ഫ്രാങ്ക്, ഏകദേശം 37,600 കോടി രൂപ ആയിരിക്കുകയാണ്. 2021 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. ബാങ്ക് ചാനലുകളിലൂടെ മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിലൂടെ ലഭിച്ച ഫണ്ടുകളിൽ നിന്നാണ് നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വ്യക്തിഗത ഉപഭോക്താക്കളിൽ നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപങ്ങൾ 34.6 കോടി സ്വിസ് ഫ്രാങ്ക്, ഏകദേശം 3,675 കോടി രൂപ മാത്രമാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട മൊത്തം ഫണ്ടുകളുടെ 10% മാത്രമാണ് ഇത്തരത്തിലുള്ള നേരിട്ടുള്ള നിക്ഷേപങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ നിക്ഷേപത്തിൽ ഏകദേശം 18% കുറവുണ്ടായിട്ടുണ്ട്. 2015 ഏകദേശം 42.5 കോടി സ്വിസ് ഫ്രാങ്ക് ആയിരുന്നത് 2024 34.6 കോടി സ്വിസ് ഫ്രാങ്ക് ആയി കുറഞ്ഞിട്ടുണ്ട്. 2023 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 104 കോടി സ്വിസ് ഫ്രാങ്കിൽ ഇന്ത്യൻ നിക്ഷേപം എത്തിയിരുന്നു. 2006 650 കോടി സ്വിസ് ഫ്രാങ്കിന്റെ നിക്ഷേപമാണ് എക്കാലത്തെയും ഉയർന്ന നിരക്ക്. സ്വിസ് ബാങ്കുകളുടെ ഔദ്യോഗിക റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് സ്വിസ് നാഷണൽ ബാങ്ക് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കള്ളപ്പണത്തെക്കുറിച്ചോ മറ്റു രാജ്യങ്ങളിലെ കമ്പനികൾ വഴി കൈവശം വെച്ചിരിക്കുന്ന അക്കൗണ്ടുകളെ കുറിച്ചോ ഉള്ള വിശദാംശങ്ങൾ ഇതിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഈ ഫണ്ടുകൾ നിയമവിരുദ്ധമാണെന്ന് തള്ളിക്കളയാൻ കഴിയില്ല എന്നും സ്വിസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. സ്വിസ് ബാങ്കുകളിൽ ഇന്ത്യക്കാർ കൈവശം വെച്ചിരിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന കള്ളപ്പണം സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഉയർത്തപ്പെടുന്ന വിഷയമാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അത് തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് ചില കാരണങ്ങൾ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് രാഷ്ട്രീയപരമായ അസ്ഥിരതയോ സ്വന്തം രാജ്യങ്ങളിലെ കറൻസിയിൽ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ സ്വിസ് ബാങ്കുകൾ സമ്പന്നർക്ക് ഒരു സുരക്ഷിത താവളമായി മാറുകയാണ്. കൂടാതെ വിദേശ നാണ്യ വിപണിയിലെ അസ്ഥിരമായ വലിയ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് പണം സംരക്ഷിക്കാൻ താരതമ്യേന സ്ഥിരതയുള്ള കറൻസിയാണ് സ്വിസ് ഫ്രാങ്ക് എന്നതും നിക്ഷേപകരെ ആകർഷിക്കുന്ന ഘടകമാണ്.
മറ്റൊന്ന്, അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങൾ മറ്റ് ഏത് രാജ്യത്തെക്കാളും ഭദ്രമായി സ്വിറ്റ്സർലാൻഡിൽ സൂക്ഷിക്കുമെന്നതും ഒരു പ്രധാന നേട്ടമാണ്. സ്വിസ് ബാങ്കുകളിലെ ഫണ്ടുകളുടെ കാര്യത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ 48ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 67ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2022 അവസാനത്തോടെ 46ാം സ്ഥാനത്തായിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ നിക്ഷേപം 27.2 കോടി സ്വിസ് ഫ്രാങ്കായി കുറഞ്ഞു. ബംഗ്ലാദേശിന്റെ ഫണ്ട് 58.9 കോടി സ്വിസ് ഫ്രാങ്കായി കുത്തനെ ഉയർന്നു. സ്വിസ് അക്കൗണ്ടുകളിലെ കള്ളപ്പണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിൽ എന്ന പോലെ ഈ രാജ്യങ്ങളിലും അതിസങ്കീർണമായ വിഷയങ്ങളാണ്.